നിങ്ങളൊരു വിമാനത്തിൽ യാത്ര ചെയ്യുമ്പോൾ വിമാനത്തിൻ്റെ മുകൾ ഭാഗം പെട്ടെന്ന് പറന്നു പോയാൽ നിങ്ങളെന്ത് ചെയ്യും? നിങ്ങൾ ചോദിക്കും, എന്താണ് നീ എന്തൊരു കോമഡി പറയുന്നു, വിമാനത്തിൻ്റെ മുകൾ ഭാഗം പറന്നു പോവുകയോ? എന്നാൽ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ആ സംഭവത്തെക്കുറിച്ചാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. 1988 ഏപ്രിൽ 28-ന് ഹിലോ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്നും ഹവായിലെ ഹോനലല്ലൂർ എയർപോർട്ടിലേക്ക് വിമാനം യാത്രയാവാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്നു. ഏകദേശം 55 മിനിറ്റ് മാത്രമുള്ള ഒരു വിമാനയാത്രയായിരുന്നു അത്. വിമാനത്തിൽ 89 പാസഞ്ചേഴ്സും 6 ക്രൂ മെമ്പേഴ്സും ഉൾപ്പെടെ 95 പേരാണ് ഉണ്ടായിരുന്നത്. ഈ വിമാനത്തിലെ പൈലറ്റുമാർ ക്യാപ്റ്റൻ റോബോട്ടും മിസിസ് ഡോങ്കിൾസുമായിരുന്നു. ക്യാപ്റ്റൻ റോബോട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം വളരെ പരിചയസമ്പന്നനായ ഒരു പൈലറ്റായിരുന്നു. 8500-ലധികം ഫ്ലൈൻ അവേഴ്സുള്ള അദ്ദേഹത്തിന് ബോയിങ് 737-ൽ മാത്രം 6000-ലധികം ഫ്ലൈൻ അവേഴ്സ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ മിസ് ടോങ്ലിൻസിനും 3000-ലധികം ഫ്ലൈയിങ് അവേഴ്സ് ഉണ്ടായിരുന്നു 737-ൽ മാത്രമായി. വിമാനം ടേക്ക് ഓഫ് ചെയ്യുന്നതിന് മുമ്പുള്ള പരിശോധനകളിൽ ഒന്നും തന്നെ വിമാനത്തിന് ഒരു കുഴപ്പവും കണ്ടെത്താൻ സാധിച്ചില്ല. വിമാനം ടേക്ക് ഓഫ് ചെയ്ത് 24,000 അടി ഉയരത്തിലെത്തിയപ്പോൾ ക്യാപ്റ്റൻ സർവീസിനായി ക്യാബിൻ ക്രൂവിനെ റിലീസ് ചെയ്തു. ഈ സമയത്ത് തന്നെ വിമാനത്തിൽ വലിയൊരു ശബ്ദത്തോടെ കൂടി വിമാനത്തിൻ്റെ റൂഫിൻ്റെ കുറച്ചു ഭാഗം ഇളകിപ്പോയി. ഈ ഭാഗം ഇളകിപ്പോയതോടെ വിമാനത്തിൻ്റെ പ്രഷർ നഷ്ടമായി. വിമാനത്തിൽ ലൂസായിരുന്ന എല്ലാ വസ്തുക്കളും തന്നെ പുറത്തേക്ക് തെറിച്ചു പോകാൻ തുടങ്ങി. ഇതോടൊപ്പം വിമാനത്തിലെ സീനിയർ ക്യാബിൻ ക്രൂ മെമ്പറായ ക്ലാരൻസും പുറത്തേക്ക് തെറിച്ചുപോയി. വിമാനത്തിൻ്റെ മറ്റ് ക്യാബിൻ ക്രൂ മെമ്പേഴ്സ് എല്ലാം തന്നെ വിമാനത്തിൻ്റെ സീറ്റിൻ്റെ ലെഗിൽ പിടിച്ചുകൊണ്ട് രക്ഷപ്പെടുകയാണ് ഉണ്ടായത്. അതോടൊപ്പം തന്നെ ആ വിമാനത്തിലുണ്ടായിരുന്ന പാസഞ്ചേഴ്സും അവരെ പിടിച്ചിരുന്നു. അതുകൊണ്ട് ഇവർ വിമാനത്തിൽ നിന്നും തെറിച്ചു പോയില്ല. വിമാനത്തിൻ്റെ കോക്പിറ്റിൻ്റെ ഡോറും ഇതോടൊപ്പം തെറിച്ചു പോയിരുന്നു. ഈ ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കിയ ക്യാപ്റ്റൻ ഈ സംഭവം കണ്ട് ഞെട്ടുകയാണ് ഉണ്ടായത്. ഈ സമയം സീറ്റ് ബെൽറ്റ് സൈൻ ഓൺ ആയതിനാൽ പാസഞ്ചേഴ്സ് എല്ലാം തന്നെ സീറ്റ് ബെൽറ്റ് ഇട്ടിരുന്നു. അതുകൊണ്ട് പാസഞ്ചേഴ്സ് ആരും തന്നെ വിമാനത്തിൽ നിന്നും തെറിച്ചു പോയില്ല. പ്രഷർ വേരിയേഷൻ സംഭവിച്ചതിനാൽ പെട്ടെന്ന് തന്നെ ഓക്സിജൻ മാസ്കുകളെല്ലാം താഴേക്ക് ഡിപ്ലോയ് ആയി. പെട്ടെന്ന് തന്നെ കോക്പിറ്റിലെയും ക്യാബിനിലെയും എല്ലാവരും ഓക്സിജൻ മാസ്ക് ധരിച്ചു. പെട്ടെന്ന് തന്നെ ക്യാപ്റ്റൻ വിമാനത്തെ താഴെ ഇറക്കാനുള്ള ശ്രമങ്ങൾ നടത്തി. ആദ്യം ക്യാപ്റ്റൻ ചെയ്തത് വിമാനത്തെ സേഫായ ഒരു ലെവലിൽ നിർത്തുക എന്നതായിരുന്നു. പെട്ടെന്ന് തന്നെ ഫസ്റ്റ് ഓഫീസർ ATCയുമായി കോൺടാക്ട് ചെയ്യാനുള്ള ശ്രമങ്ങൾ നടത്തി. അതായത് എയർ ട്രാഫിക് കൺട്രോൾ റൂമുമായി കോൺടാക്ട് ചെയ്യാനുള്ള ശ്രമങ്ങൾ നടത്തി. എന്നാൽ ഒന്നും തന്നെ ക്ലിയർ ആയിരുന്നില്ല. കാരണം കോക്പിറ്റിൽ വലിയ രീതിയിലുള്ള ശബ്ദം തന്നെ ഉണ്ടായിരുന്നു. ഏറ്റവും അടുത്തുള്ള എയർപോർട്ടായ കഹുലൂയി എയർപോർട്ടിലേക്ക് വിമാനം ലാൻഡ് ചെയ്യാനാണ് ക്യാപ്റ്റൻ ശ്രമിച്ചത്. എന്നാലും അദ്ദേഹത്തിന് ATCയിൽ നിന്നുള്ള ക്ലിയറൻസ് കിട്ടിയാൽ മാത്രമേ അവിടെ ലാൻഡ് ചെയ്യാൻ സാധിക്കൂ. കഹുലൂയി എയർപോർട്ടിൻ്റെ ഫ്രീക്വൻസിയിൽ വന്ന സമയത്ത് അവർ കഹുലൂയി എയർപോർട്ടിലെ എയർ ട്രാഫിക് കൺട്രോൾ റൂമുമായി സംസാരിച്ചു. കോൺടാക്ട് ചെയ്ത സമയത്ത് വിമാനത്തിൽ എന്താണ് സംഭവിച്ചതെന്നും മറ്റും അവർ പറഞ്ഞു. ഫസ്റ്റ് ഓഫീസർ സംസാരിച്ച സമയത്ത് ATCക്ക് അതൊന്നും തന്നെ ആദ്യം ക്ലിയർ ആയിരുന്നില്ല. പിന്നീടെല്ലാം മനസ്സിലാവുകയായിരുന്നു. എത്രയും പെട്ടെന്ന് എയർക്രാഫ്റ്റ് കഹുലൂയി എയർപോർട്ടിൻ്റെ റൺവേ നമ്പർ 2-ൽ ഇറക്കാനുള്ള അനുമതി ATC കൊടുത്തു. ക്യാപ്റ്റൻ വിമാനത്തെ കഹുലൂയി എയർപോർട്ടിലായിട്ട് ലാൻഡ് ചെയ്യാൻ കൊണ്ടുവരുന്ന സമയത്താണ് ക്യാപ്റ്റൻ അത് മനസ്സിലായത്, എൻജിൻ നമ്പർ 1 ഫെയിലായി എന്ന്. കാരണം വിമാനത്തിൽ നിന്നും തെറിച്ചുപോയ അവശിഷ്ടങ്ങൾ എല്ലാം തന്നെ എൻജിൻ നമ്പർ 1-ൻ്റെ ഭാഗത്തേക്കാണ് പോയത്. അത് കാരണം എൻജിൻ നമ്പർ 1 ഫെയിലായി. എന്നാലും വളരെ സാഹസികമായി തന്നെ ക്യാപ്റ്റൻ കഹുലൂയി എയർപോർട്ടിൻ്റെ റൺവേ നമ്പർ 2-ൽ വിമാനം ലാൻഡ് ചെയ്തു. വിമാനത്തിൽ 65 പേർക്കാണ് പരിക്കുകൾ ഉണ്ടായിരുന്നത്. ഇതിൽ 8 പേർ റൂഫ് തെറിച്ചുപോയ സ്ഥലത്താണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് സീരിയസ് ആയിട്ടുള്ള ഇഞ്ചുറികളാണ് ഉണ്ടായിരുന്നത്. പെട്ടെന്ന് തന്നെ വിമാനത്തിലുണ്ടായിരുന്നവരെ ഹോസ്പിറ്റലിലേക്ക് മാറ്റി. ഉടൻ തന്നെ വിമാനത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് അന്വേഷണങ്ങൾ നടത്തി. ഇതിൽ അവർക്ക് മനസ്സിലായത് വിമാനം മെയിൻ്റനൻസ് ചെയ്യുന്ന സമയത്ത് അലോഹ എയർലൈൻസ് വീഴ്ച വരുത്തിയതാണ് ഈ അപകടത്തിന് കാരണമെന്ന്. ഈ അപകടത്തിൽ ഒരാൾക്ക് മാത്രമാണ് ജീവൻ നഷ്ടമായത്. അത് സീനിയർ ക്യാബിൻ ക്രൂ മെമ്പറായ മിസ് ക്ലാരൻസിനായിരുന്നു. വിമാനത്തിൽ നിന്നും തെറിച്ചുപോയ അവരുടെ ശരീരം തെറിച്ചു വീണത് കടലിലേക്കായിരുന്നു. 2 ദിവസം കഴിഞ്ഞിട്ടും അവരുടെ ശരീരമോ വിമാനത്തിൻ്റെ ഭാഗങ്ങളോ കണ്ടെത്താൻ കഴിഞ്ഞില്ല.